കൊച്ചി എടപ്പള്ളിക്കടുത്ത് ഒരു 5 കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലത്തിലൊരു വീടാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാർ ഡീലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് വീട്. ഫുള്ള് കാണാൻ നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ. ഉള്ള സ്ഥലത്ത്, ചെറിയ സ്ഥലത്ത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗേറ്റിന് ഇവരെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ മടക്കി വെക്കാവുന്ന തരത്തിലുള്ള ഗേറ്റാണ്. അത് നല്ലൊരു രസം. സ്ലൈഡിങ് ഗേറ്റോ മറ്റേ നോർമൽ ഗേറ്റോ അല്ല. ഇവിടെ 2 കാർ പാർക്ക് ചെയ്യാം. ഒരു കാറിനും കവേർഡ് പാർക്ക്, രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ കാറുകളാണെങ്കിൽ 2 കവേർഡ് പാർക്കിംഗ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സൈഡിൽ നോർമൽ ടൈൽ, അതായത് നോർമൽ തറയിൽ യൂസ് ചെയ്ത ടൈല്. പക്ഷേ ഇവിടെ അവർ അല്ലാത്ത ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തൂണുകൾക്കെല്ലാം നമ്മുടെ വെട്ടുകല്ല് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്, പുട്ടിയിൽ തീർത്തിയ ഒരു ഡിസൈനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭിത്തി തന്നെ നമ്മൾ ഇവിടുന്ന് കയറി വരുമ്പോൾ കാണുന്നത് ഇവിടെ നല്ല സ്റ്റോൺസ് മാതിരിയുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗി തരുന്നുണ്ട്. പിന്നെ ഇവിടെ ഡോറ്, നമുക്ക് ഈ ഡോറ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ല തടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തേക്കിലാണ് ഈ ഡോറ് തീർത്തിരിക്കുന്നത്. ഒപ്പം ഉള്ള ഈ 2 വലിയ വിൻഡോസും തേക്കിലാണ്. 2 പാളികളായിട്ടാണ് തുറന്ന് ഞാൻ ഉള്ളിലേക്ക് കയറുന്നത്. പടി, നമ്മൾ കയറി വരുന്ന പടി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തത്. എങ്കിൽ അകത്ത് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കറുത്ത ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. മുകളിൽ നല്ല സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം LED ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ഷോ കേസ് ഏരിയ പോലെ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് വെച്ച് പാർട്ടീഷൻ ചെയ്ത ഏരിയ കാണാം. നമുക്കിത് ഈ ഏരിയയിലാണ്, ഇവിടാണ് TVക്കുള്ള പൊസിഷൻ. അത് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ TV വെക്കാനുള്ള ഈ ഒരു വാളിൽ സെപ്പറേറ്റ് ആയിട്ടൊരു കളർ തീം കൊടുത്തേക്കാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒപ്പം തന്നെ ഈ ഹോളിൽ നിന്ന്, അതായത് അത് ഹോള്, ഇത് തന്നെ ചെറിയൊരു പോർഷനെ അവർ ഡൈനിങ് ഏരിയ ആയിട്ടും ഇവിടെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ ഇവിടെ ഇച്ചിരി ഉള്ളിലാണ്, ഒരു സെപ്പറേറ്റ് ഒരു ഇതുപോലെ. അവിടെ ഗ്ലാസും മറ്റു കാര്യങ്ങളും വെക്കാം, മിററും മറ്റും വെക്കാം. പാരി വെയറിൻ്റെയാണ് വാഷ് ബേസും മറ്റും യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു മിറർ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ കൊടുത്തേക്കുന്നപ്പോൾ തന്നെ ഇവിടെ വിൻഡോസും മറ്റു കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് തടി മഹാഗണിയാണ്. അതോടൊപ്പം മഹാഗണിയോടൊപ്പം തന്നെ തേക്കിൻ്റെ തടിയാണ് മെയിൻ ഡോറിന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മഹാഗണിയിലാണ് കൂടുതലും തീർത്തേക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ കണ്ട ഡൈനിങ് ഏരിയയിലും ഹോളിലും ഡാർക്ക് നിറത്തിലുള്ള, അതിൽ കറുത്ത നിറത്തിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തതെങ്കിൽ അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു തടിയുടെ ഡിസൈനോട് കൂടിയ ഒരു ഇതാണ്, ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അടുക്കള കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മോഡേൺ അടുക്കളയല്ല, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു അടുക്കളയാണ്. മുകളിലെല്ലാം നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കിയാൽ അറിയാം, മുകളിലെല്ലാം നല്ല സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാം കബോർഡ്സും മറ്റും കൊടുത്തിട്ടുണ്ട്. താഴെയും അതേപോലെ തന്നെ താഴെയും നോക്കിയാൽ താഴെയും നല്ല സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ എല്ലാം നൽകിയിട്ടുണ്ട്. സിങ്കിൻ്റെ അടുത്തും എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ എല്ലാം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലും നല്ല സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ഇതിൻ്റെ തെക്ക സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരുന്നത്. ഒപ്പം തന്നെ അടുക്കളയിലും ഒരു ഷോക്കേസ് പോലെ, പണ്ടത്തെ ഷോക്കേസ് പോലെ തന്നെ ഒരു ഗ്ലാസ്, സ്ലൈഡിങ് ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ നല്ല രീതിയിൽ ഷീറ്റ് ഇട്ട് മറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും അതിനുള്ള സ്വിച്ച് ബോർഡും കണക്ഷനും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീട് നിൽക്കുന്നത് 3.5 സെൻറ്റ് സ്ഥലത്താണ്. ടോട്ടൽ 1650 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് കയറാം. ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിസൈൻ നോക്കി, എനിക്ക് ഈ ഒരു പിക്ചർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുക്കളയിലേക്ക് കയറുന്ന ഡോറിൻ്റെ അവിടെ നല്ലൊരു ഫ്രൂട്ട്സൊക്കെ ഇരിക്കും, നല്ലൊരു പിക്ചർ, അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ആദ്യ ബെഡ്റൂമിലോട്ടേക്ക് കയറാം. ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂമിലോട്ടുള്ള എൻട്രൻസ്. ഇത് കയറി കഴിഞ്ഞാൽ ഇവിടെ സീലിംഗ് വർക്ക് ഉള്ളതൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇതിന് നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ എല്ലാം കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. ഗ്രീനും വൈറ്റും ചേർത്തുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സിമെൻറ്റ് വെച്ചുള്ള പാർട്ടീഷനാണ്. അതിന് മൾട്ടിവുഡിൻ്റെ ഡോറുകൾ നൽകിയിരിക്കുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ തന്നെ 2 ജനാലകൾ വരുന്നുണ്ട്. 2 ഭിത്തികളിലായിട്ട് 2 ജനാലകൾ ഈ റൂമിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് ബാത്റൂം. ചെറിയതാണെങ്കിലും ഓക്കെ, ബാത്റൂമിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. യെസ്, ഇല്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. എല്ലായിടത്തും മറ്റേ
എക്സോസ്റ്റ് ഫാനുകളും മറ്റും കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. നമുക്ക് മുകളിലത്തേക്ക് നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഈ ഹോളിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെയാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. അത് ഗ്രാനൈറ്റ് ആണ് അവിടെ പടികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ കയറി ചെറിയൊരു പോർഷൻ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കടത്താൻ സഹായിക്കുന്നു. ഇനി സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഗ്ലാസും അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും വെച്ചിട്ടാണ് ഈ സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഈ കയറുന്ന പോർഷനിലും ഇവിടെ എല്ലാം ഒരു വലിയൊരു സ്ലൈഡിങ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. താഴെ ബ്ലാക്ക് ആയിരുന്നു ടൈലെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് വൈറ്റ് ടൈലായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ നില ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ TV വെക്കാനുള്ള പ്രൊവിഷനും നല്ല നോർമലി ഏറ്റവും കൂടുതൽ വയേഴ്സൊക്കെ ചെയ്യാൻ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അതിനുള്ള പ്രൊവിഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം, ആദ്യം ആ ബെഡ്റൂം തന്നെ കാണിക്കാം. ഈ ഒരു ബെഡ്റൂം 4 ബെഡ്റൂമുള്ള വീട്ടിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരെണ്ണം കോമൺ ബാത്റൂമാണ്. ഈ ഒരു ബെഡ്റൂം മാത്രം ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്തുള്ള ഒരു സിംഗിൾ ബെഡ്റൂമാണ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ. അത് താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ അതേ പോർഷൻ തന്നെ മുകളിൽ പണിഞ്ഞിരിക്കുന്ന ബെഡ്റൂമാണ്. താഴെ നമ്മൾ ഗ്രീനും വൈറ്റും കൊണ്ടുള്ള ഒരു കബോർഡിൻ്റെ കളർ തീമാണ് കണ്ടതെങ്കിൽ ഇവിടെ വരുമ്പോൾ റെഡും വൈറ്റും എന്നുള്ളൊരു കളർ തീമിലോട്ട് മാറിയിട്ടുണ്ട്. സെയിം കബോർഡ്സ് തന്നെ. ഇവിടെ പെയിൻറ്റിൻ്റെ കളേഴ്സ് മാത്രം ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ ഹോളിലൊക്കെ വൈറ്റ് നിറത്തിലാണ്, ഇവിടെ വന്നിട്ടൊരു പിങ്ക് നിറത്തിലാണ് ഇതിൻ്റെ ബെഡ്റൂമിലെ പെയിൻറ്റിനെ അവർ സജ്ജമാക്കിയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. താഴെ കണ്ട അതേ ബാത്റൂം തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ചെറുതെങ്കിലും നല്ല രീതിയിൽ സൗകര്യം ഉള്ള രീതിയിൽ ബാത്താക്സിൻ്റെയാണ് ക്ലോസറ്റ് സെറ്റും മറ്റും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. അത് ദേ ഇവിടെയാണ്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ തൊട്ടടുത്താണ് ഈ ബെഡ്റൂം ഉള്ളത്. ദേ നമ്മൾ നേരത്തെ കണ്ട 2 ബെഡ്റൂമിനെ പോലും അധികം വലുതല്ല എങ്കിൽ തന്നെ എന്താ പറയുക, അത്യാവശ്യം സൗകര്യമുള്ളതും ആയുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിന് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ LED ബൾബുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ദേ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം. അവിടെയും എക്സോസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നെ അതിശയിപ്പിച്ച വേറൊരു ഘടകം ഈ വീടിൻ്റെ എന്താ പറയുക, ഈ റൂമിലേക്കുള്ള കബോർഡ്സ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു ഗുഹ മാതിരി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറുമ്പോഴാണ് ഇവിടുത്തെ കബോർഡ്സ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക്. ഇനി ഈ ബെഡ്റൂമിൽ തന്നെ അടുത്തൊരു മിസ്റ്ററി നിറയ്ക്കുന്ന ഒരു ഇതാണ് ഇവിടെയും ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കബോർഡിൻ്റെ ഉള്ളിലോട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നോക്കിക്കോ. യെസ്, അപ്പോൾ മിസ്റ്ററി ആയിട്ടുള്ള 2 കബോർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇനി ഒരു കോമൺ ബാത്റൂം കൂടെ ഉണ്ട്. അത് നമ്മൾ 2ാമത്തെ നിലയിൽ, അതായത് ഈ നിലയിൽ തന്നെ നമ്മൾ ലിവിങ് ഏരിയയിൽ തന്നെയാണ് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഇതാണ് കോമൺ ബാത്റൂം. അത് 4ാമത്തെ ബെഡ്റൂമിന് ബാത്റൂം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ കോമൺ ആയിട്ട് ഒരു ഇത് കൊടുത്തത്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ലിവിങ് ഏരിയയിൽ വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു തുറന്നിട്ടപ്പോൾ തന്നെ നല്ല കാറ്റ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല കാറ്റ് കിട്ടുന്നത് നല്ലൊരു ആശ്വാസമാണ്. അത് സ്ലൈഡിങ് ഡോറാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതായത് ഈ കോമൺ ബാത്റൂമിൻ്റെ മുകളിൽ എനിക്ക് എത്തില്ല, അല്ലെങ്കിൽ ഞാൻ കാണിക്കാമായിരുന്നു. അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിൻ്റെ ഡോറുകൾ വെച്ച് അതിന് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴിയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിലേക്ക് കയറുന്നത്. ഇതാണ് സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറാനുള്ള എൻട്രൻസ്. അപ്പോൾ ഈ വീടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 3.5 സെൻറ്റ് സ്ഥലത്തിൽ 1650 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണിത്. എറണാകുളം എടപ്പള്ളിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു 5 കിലോമീറ്റർ മാത്രം ഹൈവേയിലൂടെ സഞ്ചരിക്കാം. ഹൈവേയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 മീറ്റർ മാത്രം ഹൈവേയിൽ നിന്ന് വ്യത്യാസമുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹൈവേയിലൂടെ വണ്ടി പോകുന്നതും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് അടുത്താണ് ഹൈവേയിൽ. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 55 lakhs ആണ്. 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എടപ്പള്ളിയിൽ ഇത്രയും തൊട്ടടുത്ത് ഈ ഒരു ഏരിയയിൽ ഈ ഒരു പ്രൈസ് അത്യാവശ്യം റീസണബിൾ പ്രൈസാണ്. അതുപോലെ ഇവിടെ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ കിണർ വെള്ളമല്ല, പൈപ്പ് കണക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വരാപ്പുഴയാണ് എക്സാക്റ്റ് ലൊക്കേഷൻ സ്ഥലം.
അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ അതേപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ നിങ്ങളിതിൻ്റെ ബിൽഡറെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബിൽഡറിൻ്റെ ഡീറ്റെയിൽ തൊട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആളാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആളുമായിട്ട് ബന്ധപ്പെടാം, സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്രയും പെട്ടെന്ന് എത്തും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇത്രയും നേരം എന്നെ അല്ല ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും